ഹാഫിള് ത്വയ്യിബ് കണ്ണൂർ എന്ന് പറയുന്ന 2 വർഷം ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ഉസ്താദ് കാടങ്ങോട് ഉസ്താദിന്റെ കൂടെ അവിടുത്തെ ദർസിൽ പഠിക്കുമ്പോ കൂടെ ഓതിയിരുന്ന കണ്ണൂർ ജില്ലക്കാരനായ ഹാഫിള് ത്വയ്യിബ് എന്ന കൂട്ടുകാരൻ മടക്കരയിലാണ് അവന്റെ താമസം. കല്യാണം കഴിച്ച് 1 മാസമേ ആയിട്ടുള്ളൂ. അവന്റെ ഭാര്യയോടൊന്നിച്ച് കിടക്കുകയാണ്. അവന് ഹാർട്ട് പേഷ്യന്റ് അല്ല, ഷുഗറില്ല, പ്രഷറിന്റെ രോഗമില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു രോഗവും അവനെ തട്ടിയിട്ടില്ല. അവളും അവനും കിടക്കുകയാണ്. നേരം 12 മണിയോളം അവര് സംസാരിച്ചിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഒരു വേദനയും വന്നിട്ടില്ല. രാവിലെ തഹജ്ജുദിന് വേണ്ടി ത്വയ്യിബിനെ ഭാര്യ വിളിക്കുകയാണ്, എഴുന്നേൽക്കാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവൻ എഴുന്നേൽക്കുന്നില്ല. കള്ളമല്ല മുഅ്മിനേ, വഅലിന് രസം കൂട്ടാൻ വേണ്ടി പറയുന്ന കഥയല്ല ഇത്. അവൻ എഴുന്നേൽക്കുന്നില്ല. തിരിച്ചു കിടത്തി എഴുന്നേൽക്കുന്നില്ല, മറിച്ചു കിടത്തി എഴുന്നേൽക്കുന്നില്ല. അവൻ റബ്ബിന്റെ റൂട്ടിലേക്ക് പോയിരിക്കുകയാണ്, റബ്ബിന്റെ വഴിയെ അങ്ങ് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവന്റെ പ്രായം 26 വയസ്സാണ്. നമ്മളെപ്പോഴാണ് മരിക്കുന്നത്? എപ്പോഴാണ് റബ്ബ് വിളിക്കുന്നത്? എപ്പോഴാണ് അവന്റെ അരികിലേക്ക് പോകുന്നത്? സ്വർഗം വേണ്ടേ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. സ്വർഗം വളരെ വിശാലമാണ്. സ്വർഗത്തിന് വല്ലാത്ത രസമാണ്, സ്വർഗത്തിന് വല്ലാത്ത ചന്തമാണ്, സ്വർഗത്തിന് വല്ലാത്ത അഴകാണ്. അവിടെ കിന്നാരം പറച്ചിലുണ്ട്, ഹൂറുല്യങ്ങളുണ്ട്, നല്ല കുട്ടികളുണ്ട്, അവിടെ നല്ല മദ്യസൽക്കാരമുണ്ട്, അവിടെ ഡിജെയുണ്ട്, ഫ്രീക്കൻ പരിപാടി മുഴുവനുമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹനെ അങ്ങ് പേടിച്ചാൽ, റബ്ബിനെ അങ്ങ് പേടിച്ചു കഴിഞ്ഞാൽ, അല്ലാഹനെ പേടിക്കുന്ന ഖൽബുണ്ടായാൽ, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. സ്വർഗത്തിലേക്ക് റബ്ബങ്ങ് വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നു, മോനെ, വേണ്ടതൊക്കെയും നിനക്കുണ്ട്, നിനക്ക് അധികമായി തരുന്നുണ്ട്. പണ്ഡിതന്മാര് ചർച്ച ചെയ്തു, സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണ്? പ്രധാന ടേസ്റ്റ് ഏതാണ് അറിയുമോ ഉമ്മമാരെ? സ്വർഗത്തിലെ പ്രധാന ടേസ്റ്റ് അവിടുത്തെ ഹൂറില്യങ്ങളല്ല, അവിടുത്തെ മദ്യമല്ല, അവിടുത്തെ ഡിജെയല്ല. എല്ലാത്തിനേക്കാളും പ്രധാനം റുഅയത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണലാണ്. അല്ലാഹുവിനെ അങ്ങ് കാണലാണ്. കാണണ്ടേ നമുക്ക് നമ്മുടെ റബ്ബിനെ? വെള്ളം തന്നവനവനല്ലേ, ശ്വസനം തന്നതവനല്ലേ, ശബ്ദം തന്നതവനല്ലേ. ആ റബ്ബിനെ അങ്ങ് കാണുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഇമാമുമാർ എഴുതി വെക്കുന്നു. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിത്തിയൽ ബറൂസവി റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. ഇമാം സുയൂത്തി അവിടുത്തെ തഫ്സീറിലും എഴുതി വെക്കുന്നു, സ്വർഗത്തിലേക്ക് ചെന്നാൽ, അല്ലാഹനെ അങ്ങ് കണ്ടാൽ ആളുകളൊക്കെ വല്ലാതെ ഹാപ്പി
ഹാപ്പിയാണ്, വല്ലാത്ത സന്തോഷമാണ്, തുള്ളിച്ചാടുകയാണ്. അവരുടെ മുഖത്തിന് ഗ്ലാമർ വരുന്നു. അവനെ അങ്ങ് നോക്കുമ്പോഴേക്ക് മതി വരുന്നില്ല. എത്ര നോക്കിയാലും മതി വരൂല്ല, എത്ര നോക്കിയാലും മതി വരൂല്ല. മഹാന്മാർ എഴുതി വെക്കുന്നത് ഇത് വെള്ളിയാഴ്ച രാത്രിയായതുകൊണ്ട് പറയാണ്. വെള്ളിയാഴ്ച രാത്രിയായതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. എന്റെ അരിക്കൽ മസീദുണ്ട്, നിങ്ങൾക്ക് ഞാൻ മസീദ് തരുന്നുണ്ട് എന്ന് പറഞ്ഞാ അത് വെള്ളിയാഴ്ച ദിവസമാണ്. സ്വർഗത്തിൽ വെള്ളിയാഴ്ച ദിവസമുണ്ട്. ആ വെള്ളിയാഴ്ച